ആദർശിന്റെയും നയനയുടെയും വരാൻ പോകുന്ന ആഴ്ചയിലെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ വരാൻ പോകുന്ന ആഴ്ചയില് ആദർശ് പുറത്തിറങ്ങുന്നുണ്ട്. അബിക്കും ജലജിക്കും നവ്യക്കിട്ടും ഒക്കെ നല്ല ഇടിവെട്ട് പണി തന്നെയാണ് കിട്ടുന്നത്. അപ്പൊ ഒരു കാരണവശാലും ആദർശ് ജയിലിൽ നിന്ന് തിരികെ വരില്ല. അവന് ഗൾഫിലെ ജയിലിൽ കിടന്ന് നരയിക്കുമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന അവർക്കിട്ടൊക്കെ നല്ല ഇടിവെട്ട് പണിയായിട്ടാണ് ആദർശ് തിരികെ വീട്ടിലേക്ക് വരുന്നത്. അപ്പൊ അതിന്റെ കുറച്ച് നല്ല സന്തോഷകരമായ നിമിഷങ്ങളിലൂടെയാണ് നമ്മൾ അടുത്തയാഴ്ച കടന്നു പോകുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ കണ്ടു. അബിക്കും ജലജയ്ക്കും ഒക്കെ ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം ആദർശ് ജയിലിലുള്ള ഗൾഫിലെ ജയിലില്. അപ്പൊ വീട്ടിൽ ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ആ സമയത്ത് അബിയോട് ജലജ പറഞ്ഞു, ഒരു കാര്യം ചെയ്യടാ, എത്രയും പെട്ടെന്ന് ഈ കാര്യങ്ങളൊക്കെ ഇവിടെ എല്ലാവരും അറിയണം. ജയനും അജയനും അനിയൊക്കെ മാത്രമേ അറിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ വേറെ ആർക്കും അറിയത്തുണ്ടായിരുന്നില്ല. നയന് ഈ കാര്യങ്ങളൊക്കെ അറിയണം. അതിന് വേണ്ടുന്ന കാര്യം എന്താ വെച്ചാ നീ ചെയ്യാൻ പറയണം. അത് കേട്ടപ്പോ അബി പറഞ്ഞു, അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തോളാം അമ്മയെന്ന് പറഞ്ഞു. പിന്നീട് അബി അങ്ങോട്ടേക്ക് പോയി. അബി പോയിട്ട് അവന്റെ ഗൾഫിലുള്ള ആ ഒരു ഗുണ്ടയുണ്ടായിരുന്നു. ഗുണ്ടയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദർശിനെയൊക്കെ ഇല്ലാതാക്കാൻ നടക്കുന്നവൻ. അയാളെ വിളിക്കുകയാണ്. അയാളെ വിളിച്ചിട്ട് നയനയുടെ നമ്പർ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഈ നമ്പറിലേക്ക് നിങ്ങൾ വിളിച്ചിട്ട് ഞാൻ പറയുന്ന പോലെ കാര്യങ്ങൾ പറയണമെന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അയാൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി. ആദർശിന്റെ ഭാര്യ എന്ന് പറഞ്ഞപ്പം കാര്യങ്ങളൊക്കെ അറിയാം. പിന്നീട് അബി വേണ്ടുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണം. എന്ത് പറയണം, എങ്ങനെ പറയണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കണം. കാരണം നയനയെ തകർക്കണം. അല്ലെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ഇവിടെ വീട്ടിൽ അറിഞ്ഞാലും ആരും അവളോട് പറയാൻ പോകുന്നില്ല. അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞു പോണം എന്നൊരു ചിന്തയായിരുന്നു മനസ്സിലുണ്ടായിരുന്നത്. ഇവിടുന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ നാട്ടിൽ നിന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ നയനയ്ക്ക് സംശയം തോന്നൂല്ലോ. ഗൾഫിൽ നിന്ന് വിളിക്കുവാണെങ്കിൽ ഗൾഫിൽ നിന്ന് നമ്പറിലാണെങ്കിൽ അവൾക്ക് സംശയമൊന്നും തോന്നത്തില്ല. അങ്ങനെ നയനയുടെ നമ്പരും കാര്യങ്ങളും ഒക്കെ കൊടുത്തു. ഇതേ സമയം ആദർശ് വിളിക്കാത്തതിന്റെ വിഷമത്തിൽ നയനി ഇരിക്കുക. എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല. ഈ പറയാൻ ദേവേനയൊക്കെ ആണെങ്കിൽ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതൊന്നും നയനിക്ക് അങ്ങോട്ട് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ആദർശാണ് ഇത്ര സമയം വിളിക്കാതിരിക്കുന്നല്ല. ആദർശാണ് എന്തോ സംഭവിച്ചിട്ടുണ്ടെന്നൊക്കെയായിരുന്നു പറയണേ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നയനയുടെ ഫോണിലേക്ക് ആ കോള് വരുന്നേ. കോള് നോക്കിക്കഴിഞ്ഞപ്പോ ഗൾഫിൽ നിന്ന് ആദർശേട്ടനെ വിളിക്കുന്നേ, വേറെ ഏതോ നമ്പറിൽ നിന്നാ വിളിക്കുന്നേ എന്നുള്ള സന്തോഷത്തോടു കൂടിയിട്ട് നയനെ ആ കോൾ അറ്റൻഡ് ചെയ്യുവാണ്. അങ്ങനെ അറ്റൻഡ് ചെയ്യുമ്പോഴാണ് നയന ആ വാർത്ത കേൾക്കണത്. അയാള് ഫോണിൽ കൂടെ പറയാം, ഇങ്ങോട്ടേക്കൊന്നും പറയണ്ട, നിങ്ങളുടെ ഭർത്താവ് ആദർശ് ജയിലിലാണ്, ഇവിടെ ഗൾഫിലെ ജയിലിലാന്ന് പറഞ്ഞു. അതും പറഞ്ഞിട്ട് അയാൾ കോൾ അങ്ങോട്ട് കട്ട് ചെയ്തു. അപ്പോഴേക്കും നയന ഹലോ ഹലോ പറഞ്ഞു. പക്ഷെ ഒന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ തലെ കോള് ഡിസ്കണക്ട് ആയെന്ന് മനസ്സിലായി. നയന ഒരു നിമിഷം വല്ലാതെ അവസ്ഥയിൽ ഇരിക്കുവാണ്. എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല. അപ്പോഴേക്കും ദേവേനെ അങ്ങോട്ടേക്ക് വന്നു. ദേവേനെ വന്നിട്ട് ചെന്താ മോളെന്ന് ചോദിക്കുക. നയന ദേവേനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുവാണ്. മോളെ കാര്യം എന്താന്ന് വെച്ചാ പറ. അപ്പോഴാണ് നയന ആ കാര്യം പറയണേ. അമ്മേ, ആദർശേട്ടൻ ഗൾഫിലെ ജയിലിലാന്ന്. ജയിലിലാന്നോ? മോളോട് ആരാ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞേ? എനിക്കിപ്പോ ഗൾഫിൽ നിന്ന് ഒരു കോള് വന്നിട്ടുണ്ടായിരുന്നു. ആരാ വിളിച്ച എന്താന്നൊന്നും പറഞ്ഞില്ല. അയാളെ പറഞ്ഞ ആദർശേട്ടൻ ജയിലിലാന്ന്. അങ്ങനെയാണോ അമ്മേ? എനിക്ക് തോന്നുന്നുണ്ട്. ആദർശേട്ടൻ ഇതുവരെയായിട്ടും വിളിച്ചിട്ട് കിട്ടുന്നില്ലാന്ന് പറഞ്ഞു. അങ്ങനെ വാവിട്ട് നിലവിളിക്കുവാണ് നയന. ദേവേനിക്ക് സഹിക്കാൻ പറ്റിയില്ല. നയനയെ കെട്ടിപ്പിടിച്ച് കരയാം. അപ്പോഴേക്കും അതിലൂടെ ജലജ വന്നു. ജലജ പതുക്കെ നോക്കി. കൊള്ളാം, കൂട്ടക്കരച്ചിൽ തുടങ്ങിയിട്ടുണ്ട്. ഇനി കരയാൻ പോകുന്നുള്ളൂ ബാക്കി എല്ലാരും കൂടെ. അങ്ങനെ ജലജ സന്തോഷത്തോടെ അങ്ങോട്ട് മാറിപ്പോവാണ്. കുറച്ചേരം കരയട്ടെ എന്ന് വിചാരിച്ചു. തന്നെയും തന്റെ മകനെയൊക്കെ കുറെ വെള്ളം കുടിപ്പിക്കുന്നല്ലേ, 2 എണ്ണം കരയട്ടെ എന്ന് ചിന്തിച്ചു. അപ്പോഴേക്കും ജലജയുടെ ഫോണിലേക്ക് അബിയുടെ കോളെത്തി. അബി ചോദിച്ചു, അമ്മ അവിടുത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയായി? കരച്ചിൽ തുടങ്ങിയോന്ന് ചോദിച്ചു. എടാ, ഇവിടെ കൂട്ടക്കരച്ചിൽ തുടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇപ്പോഴാ ഒരു സമാധാനമായത്. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ അമ്മേ, വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തോളാന്ന് എന്ന് അബി പറഞ്ഞു. പിന്നീട് അബി നേരെ അനാമികയുടെ അടുത്തേക്കാ പോകുന്നത്. ഇതൊന്നും എങ്ങനെയല്ലോ ഒന്ന് പങ്കുവയ്ക്കൊണ്ടല്ലോ സന്തോഷം. അവിടെ കരച്ചിൽ തുടങ്ങിയിട്ടുണ്ട്. ഒരു കേക്കൊക്കെ വാങ്ങിച്ചോണ്ടാ പോന്നെ. അങ്ങനെ കേക്കൊക്കെ വാങ്ങിച്ചോണ്ട് അബി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും രേവതിയും വേണു അനാമികയുണ്ട്. അവര് കാര്യങ്ങളൊക്കെ തിരക്കുവാണ്. അപ്പോഴേക്കും അബി പറഞ്ഞു, അവിടെ അനന്തപുരി വീട്ടിലെല്ലാരും കാര്യങ്ങളൊക്കെ അറിഞ്ഞു വരുന്നുണ്ട്. നയനേം പിന്നെ എന്റെ അമ്മായി എന്ന് പറയുന്ന അവരൊക്കെ കരച്ചിൽ തുടങ്ങിയിട്ടുണ്ട്. കൂട്ടക്കരച്ചിലാന്ന് പറഞ്ഞു. അത് കേട്ടപ്പം രേവതി പറഞ്ഞു, അതൊരു സന്തോഷ വാർത്ത തന്നെയാണല്ലോ. അതെ, സന്തോഷ വാർത്ത ആയതുകൊണ്ടാ ഞാനൊരു കേക്കൊക്കെ വാങ്ങി ഇങ്ങോട്ടേക്ക് വന്നേന്ന് പറഞ്ഞു. അങ്ങനെ അനാമികയാണ് കേക്കൊക്കെ കട്ട് ചെയ്യുന്നത്. ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ട് വേണു പറഞ്ഞു, ഈ അടുത്ത കാലത്തെങ്ങും ഇത്ര സന്തോഷിച്ചിട്ടില്ല. എനിക്ക് ഇപ്പോഴാ ഒരു സമാധാനം ആയെന്നൊക്കെ പറഞ്ഞു. അനാമിക പറഞ്ഞു, ഇത് മാത്രമല്ല, ഇനിയും പണി കിട്ടണം. ഒരു കാരണവശാലും നന്ദുവിന്റെ അനിയുടെ വിവാഹം നടക്കാൻ പാടില്ല. അടുത്തത് ഇനി അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അഭിയേട്ട അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞു. അഭി പറഞ്ഞു, അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തോളാം. നവ്യെ സമ്മതിക്കും തോന്നുന്നുണ്ടോ? ഒരു കാരണവശാലും നവ്യ അതിന് സമ്മതിക്കില്ല. അതോർത്തിട്ട്
പേടിക്കൊന്നും വേണ്ട, ആ ബന്ധമൊന്നും നടക്കാൻ പോകുന്നില്ലെന്ന് പറയണം. ഈ സമയത്ത് ദേവാനിയുടെ നയനയുടെ കരച്ചിലൊക്കെ കേട്ട് കഴിഞ്ഞപ്പോ അവിടേക്ക് ജാനകി വന്ന് കാര്യങ്ങളൊക്കെ തിരക്കുവാണ്. പിന്നീടാണ് ജാനകി കാര്യങ്ങളൊക്കെ അറിയുന്നത്. എല്ലാവർക്കും ഭയങ്കര വിഷമമായിരുന്നു. ആ, അതിന് അതേ സമയത്ത് അജയനും ഒക്കെ ഈ കാര്യങ്ങൾ അറിഞ്ഞു. അപ്പൊ അവര് നേരത്തെ അറിഞ്ഞാണ്. പക്ഷെ നയനെ അറിഞ്ഞു കഴിഞ്ഞപ്പത്തിന് അവർക്കും ഭയങ്കര ടെൻഷനായി. എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല. പിന്നീടാണ് മുത്തശ്ശൻ അറിയുന്നത്. മുത്തശ്ശനോട് അജയനും തന്നെയാണ് ചെന്ന് പറയണേ, ഇങ്ങനെ ഒരു കാര്യമുണ്ട്, അച്ഛനോട് പറയാതിരുന്നാന്നൊക്കെ പറയണം. അപ്പോഴേക്കും മുത്തശ്ശൻ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു. നിങ്ങൾ എന്ത് പരിപാടിയാ കാണിച്ചേ? നിങ്ങൾക്ക് എന്നോട് ഒരു വാക്ക് പറയാൻ മേലായിരുന്നോ? അവൻ ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ടെന്ന്. ഇത് മിക്കവാറും ശത്രുക്കൾ ആരോ ചെയ്ത പരിപാടിയാ. ഒരു കാര്യം ചെയ്യാം, എന്ത് വേണമെന്ന് എനിക്കറിയാം, ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്തോളാം. തൽക്കാലത്തേക്ക് പേടിക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞു. പിന്നീട് നയനെ പോയി ആശ്വസിപ്പിക്കുകയാണ്. മോള് വിഷമിക്കൊന്നും വേണ്ട, ധൈര്യമായിട്ടിരിക്കുക. ആദർശനൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അവനൊരു തെറ്റും ചെയ്തിട്ടില്ല. അവനൊരു തെറ്റ് ചെയ്യാത്തിടത്തോളം കാലം അവൻ അവിടെ ജയിലിൽ കിടക്കേണ്ട കാര്യമൊന്നും വരത്തില്ല. മുത്തശ്ശൻ അവിടെ നല്ല പിടിപാടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൾഫില്. അതുകൊണ്ട് വേണ്ടത് ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ മുത്തശ്ശൻ അതിന്റെ വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുവാണ്. ആദർശം നിരപരാധിയാന്ന് മുത്തശ്ശൻ അറിയായിരുന്നു. ഇതാരോ മനഃപൂർവ്വം പണി കൊടുത്ത. ആ സമയം നവ്യയ്ക്കും ജലജയ്ക്കും അഭിക്കും ഒക്കെ ഭയങ്കര സന്തോഷം. അവരവരുടെ സന്തോഷം പങ്കിടുവാണ്. നവ്യ പറഞ്ഞു, അയാൾക്ക് ഇത് തന്നെ കിട്ടണം. അയാൾ ജയിലിൽ കിടക്കേണ്ടവനാ. അല്ലെങ്കിലും അഭിക്ക് മുന്നേ ജയിലിൽ പോകേണ്ടവനായിരുന്നു അയാള്. ചന്തുമോളുടെ അച്ഛനല്ലേ? പാവ ഒരു സ്ത്രീയെ പറഞ്ഞു പറ്റിച്ച് അവളെ ഗർഭിണിയാക്കി. എന്നിട്ട് ഒടുവിലോ അവളെ നിഷ്കരണം വലിച്ചെറിഞ്ഞില്ലേ? അപ്പൊ അയാൾക്ക് ഇത് തന്നെ വേണമെന്ന് പറഞ്ഞു. എന്നിട്ടോ അഭി നിസ്സാരമായിട്ടൊരു തെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും അഭിയെ വലിയ കുറ്റക്കാരനാക്കിയിട്ട് എന്തൊക്കെ അയാൾ കാണിച്ചു കൂട്ടിയത്. അതുകൊണ്ട് ഇത് ഞാൻ പ്രതീക്ഷിച്ച കാര്യം അഭി. ജലജ പറഞ്ഞു, അങ്ങനെ തന്നെ വേണം മോളെ. എല്ലാരും കരച്ചിൽ തുടങ്ങിയിട്ടുണ്ട്. അഭി ജയിലിൽ പോയപ്പോ നമ്മൾ എത്രമാത്രം വിഷമിച്ചു, എത്രമാത്രം കരഞ്ഞു. എന്നിട്ടോ ആരെങ്കിലും അത് കേട്ടോ? അഭിയെ ജയിലിൽ നിന്ന് ഇറക്കാൻ പോലും ആരും കൂട്ടാക്കിയില്ലോ. എന്നിട്ടിപ്പോഴെന്തായി കാര്യങ്ങള് എന്നൊക്കെ പറഞ്ഞ് അവര് സന്തോഷിക്കുകയാണ്. ഈ സമയം നയനയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ദേവേനയാണെങ്കിൽ എല്ലാവരും ആശ്വസിപ്പിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. മുത്തശ്ശിയൊക്കെയാണെങ്കിലും വന്ന് മാക്സിമം നയനയോട് പറഞ്ഞു, വിഷമിക്കൊന്നും വേണ്ട, നയനയുടെ വയറ്റിൽ ഒരു കുഞ്ഞുള്ളതുകൊണ്ട് അവർക്കെല്ലാം സങ്കടം. നയനയാണെങ്കിൽ ആഹാരം പോലും കഴിക്കുന്നില്ല. അതൊക്കെയായിരുന്നു എല്ലാവർക്കും ബുദ്ധിമുട്ടുള്ള കാര്യം. നയന തന്നെയാണ് കുഴപ്പമില്ല, വയറ്റിലൊരു കുഞ്ഞും കൂടെ ഉള്ള സമയത്ത് ആഹാരമൊക്കെ കഴിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ ബോഡി വീക്കാവും. പിന്നെ അത് കുഞ്ഞിനെയും കൂടെ ബാധിക്കുന്ന കാര്യമല്ലേ. അതിനുശേഷം കനക നയനെ വിളിക്കുന്നുണ്ട്. നയന ഈ കാര്യങ്ങൾ അറിഞ്ഞെന്നൊക്കെ നന്ദുവിനോട് അനി വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ കനക വിളിച്ച് ആശ്വസിപ്പിക്കുകയാണ്. മോള് വിഷമിക്കൊന്നും വേണ്ട, ഒന്നും സംഭവിക്കൊന്നും ഇല്ലാന്ന് പറഞ്ഞു. അങ്ങനെ കനകയും ഗോവിന്ദനും അവരൊക്കെ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുന്നുണ്ട്. അതുപോലെ തന്നെയായിരുന്നു ദേവേനയും നയനയും. ദേവേനയാണെങ്കിൽ അറിയാവുന്ന അമ്പലങ്ങളിലും കുടുംബക്ഷേത്രത്തിലും ഒക്കെ കുറെ നേർച്ചകളും വഴിപാടുകളൊക്കെ നടത്തി. പ്രാർത്ഥന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എങ്ങനെയെങ്കിലും ആദർശ് തിരികെ വരണം എന്നൊരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ദേവേനയുടെയൊക്കെ മനസ്സിലുണ്ടായിരുന്നേ. പിന്നീട് അവരുടെ പ്രാർത്ഥന ദൈവം കേട്ടെന്ന് പറഞ്ഞ പോലെ ആദർശിനെ ജയിലിൽ നിന്ന് വിടുവാണ്. ആദർശൻ നിരപരാധിയാന്ന് തെളിഞ്ഞു. മുത്തശ്ശൻ അതിൻ്റെ അകത്ത് ഇടപെട്ടിട്ടുണ്ടായിരുന്നു. മുത്തശ്ശൻ അവിടെ നല്ല പിടിപാടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. അങ്ങനെ ആദർശ് വരുവാണ്. ആദർശ് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ നയനയ്ക്കും ദേവേനിക്കും ഭയങ്കര സന്തോഷമായി. ആദർശിനെ പോയി കെട്ടിപ്പിടിച്ച് നയനും ദേവേനും പൊട്ടിക്കരയുന്നുണ്ട്. പിന്നീട് ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അഭിക്കും ജലജയ്ക്കും ഒക്കെ സഹിക്കുവോ? അവരൊട്ടും പ്രതീക്ഷ കാര്യമായിരുന്നില്ല ആദർശ് ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വരുമെന്ന്. അവരുടെ വിചാരം ആദർശ് മാസങ്ങളോളം ജയിലിൽ കിടക്കുമെന്ന് ഓർത്താ. പക്ഷെ അവരുടെ സ്വപ്നങ്ങളെല്ലാം തകർത്തെറിഞ്ഞിട്ടാണ് ആദർശ് അങ്ങോട്ടേക്ക് വന്നേ. ആദർശ് വന്നു കഴിഞ്ഞപ്പോ പിന്നെ ദേവയാനിക്ക് ഇനിയിപ്പം മേലും കീഴും നോക്കാനില്ല. കാരണം ഇത്രയും ദിവസം ഈ ആദർശ് വരാതിരുന്ന ദിവസങ്ങളെല്ലാം കുറ്റപ്പെടുത്തലുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആദർശിനെ. അപ്പൊ ദേവേനെ വെറുതെ വിടുവോ? അതിനുള്ള പണി തന്നെ കൊടുക്കുന്നുണ്ട്. ജലജ അവിടെ ഇട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുന്നുണ്ട് വീട്ടിലിട്ട്. കാരണം ജലജയുടെ വിചാരം ആദർശ് വരത്തില്ല, ഇനിയിപ്പോ വരാനൊന്നും പെട്ടെന്നൊന്നും വരാൻ പോകുന്നില്ല. അപ്പം നയനയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞു പോവും എന്ന് കരുതിയിട്ട് അഹങ്കാരം കാണിച്ചിരുന്ന. പക്ഷെ ഒടുവില് ജലജയ്ക്കിട്ട് പണി കൊടുക്കുന്നുണ്ട് ദേവേനി. അതുപോലെ തന്നെ നവ്യയുടെ അഹങ്കാരത്തിന് നവ്യയെ വലിച്ചു കയറുന്നുണ്ട്. ഇത്രയും നാളും നയനെ ഒന്നും മിണ്ടാതൊന്നും പതുങ്ങി കൂടി ഇരിക്കുമായിരുന്നു. പക്ഷെ ഇപ്പോഴങ്ങനെയല്ല. നവ്യയോട് രൂക്ഷമായിട്ടുള്ള രീതിയിലാണ് നയനയും പെരുമാറുന്നത്. തന്റെ ആദർശന് ഒരു വയ്യായിക വന്നു കഴിഞ്ഞപ്പം തന്നെ കുറ്റപ്പെടുത്താനും അവരെ കളിയാക്കി ചിരിക്കാനും ഒക്കെ വന്ന. അപ്പൊ പിന്നെ നയനെ വെറുതെ വിടാൻ പോകുന്നുണ്ടോ? അത് മാത്രമല്ല, നവ്യച്ചയുടെ ജീവിതം തകരുണ്ടല്ലോ എന്ന് കരുതിയിട്ട് മാത്രമാണ് നയന്റെ സത്യങ്ങളൊന്നും തുറന്നു പറയാതിരുന്നേ. എന്നിട്ട് പോലും തന്റെ ചേച്ചിക്ക് തന്നോടൊരു സ്നേഹമില്ല, സത്യങ്ങളൊന്നും അറിയത്തില്ല. എന്നാലും അങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ? ഒരു ആപത്ത് വന്നു കഴിയുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ എന്നൊരു ചിന്തയായിരുന്നു നയനയുടെ മനസ്സിൽ. ആ സമയം പണി കിട്ടിയത് അനിക്കിട്ടായിരുന്നു. കാരണം അനിയെ നവിയും വിളിച്ച് ശല്യം ചെയ്തുകൊണ്ടിരിക്കുക. നന്ദുവിനോട് സംസാരിക്കാൻ പറഞ്ഞിട്ട് 2-3 വട്ടം
നവീൻ വിളിച്ചു. ഒടുവില എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. നവീൻ പറഞ്ഞു, ഇനിയിപ്പം നിനക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ട്, ഒരു കാര്യം ചെയ്യാം, ഞാൻ നേരിട്ട് എന്ന് സംസാരിച്ചോളാം, അങ്കിളിനോടും ആന്റിയോട് സംസാരിക്കാം. അങ്ങനെ സംസാരിക്കുകയാണ്, അവരുടെ മനസ്സിലേക്ക് പറയാലോ. പിന്നെ അവര് മുഖാന്തരം ഞാൻ നന്ദുവിനെ പറഞ്ഞ് സമ്മതിപ്പിച്ചോളാന്നൊക്കെ പറഞ്ഞു. ഒടുവിൽ അനി പറഞ്ഞു, ഞാൻ ചെന്ന് സംസാരിക്കാം, ഞാൻ എങ്ങനെയായാലും സംസാരിച്ച് അവളെ സെറ്റാക്കാന്നൊക്കെ പറയാം. പക്ഷെ അനിക്ക് അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റുമോ നന്ദുവിനെ? അനി ജീവന്റെ ജീവനായിട്ട് കഴുതി വെച്ചോണ്ടിരിക്കുന്നല്ലേ ഇത്രയും നാളും നന്ദുവിന് വേണ്ടി കാത്തിരുന്ന്. പെട്ടെന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? വിട്ടു കൊടുക്കാനും പറ്റില്ല, ഒന്നും വല്ലാത്തൊരവസ്ഥയായിപ്പോയി അനിക്ക്. പിന്നീട് അനി നന്ദുവിനെ കാണാനായിട്ട് ചെല്ലുന്നുണ്ട്. അങ്ങനെ ചെന്നുകഴിയുമ്പോൾ നന്ദുവിന് ഭയങ്കര ടെൻഷനായിരുന്നു. അനി കാണാൻ ചെന്നുകഴിയുമ്പോഴത്തേനും നന്ദു ചോദിച്ചു, നീ എന്തിനാ അനി ഇങ്ങോട്ടേക്ക് വന്നേ? ഇങ്ങോട്ടേക്ക് വരണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലേ. അച്ഛനും അമ്മയ്ക്കും ഒക്കെ നല്ല ടെൻഷൻ, നീ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതൊന്നും ഓർത്ത് നീ വിഷമിക്കണ്ട. അവരിപ്പോൾ ഇവിടെ ഇല്ലല്ലോ, അവരില്ലാത്ത സമയം നോക്കി അങ്ങോട്ട് ചെന്നേ. അനി നീ ഇവിടെ വന്നെന്നറിഞ്ഞാൽ പിന്നെ അത് മതി. ഈ സമയത്ത് അനി പറഞ്ഞു, എനിക്ക് നിന്നെ കാണാതിരിക്കാൻ പറ്റുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അതുകൊണ്ടാണ് ഞാൻ വന്നേന്ന് പറഞ്ഞു. പിന്നെ നവീന്റെ കാര്യം പറയണോ വേണ്ടയോ എന്നൊക്കെ ആലോചിക്കുക. പറഞ്ഞാലും കുഴപ്പം, പറഞ്ഞില്ലേലും പ്രശ്നം. എങ്ങനെയാ നന്ദുവിനോട് ആ കാര്യം അവതരിപ്പിക്കുന്നേ എന്ന് ഓർത്തു. ഒടുവിലെ രണ്ടും കൽപ്പിച്ച അനി ആ കാര്യം നന്ദുവിനോട് പറയാണ്. അതെ, എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു. നീ കാര്യം എന്താ വെച്ചാ പറ. നവീന്റെ മനസ്സിൽ ഒരു പെൺകുട്ടി ഉണ്ടായെന്ന് പറഞ്ഞില്ലേ, ഒരു പോലീസ് ഓഫീസർ, അതാരാന്നറിയാവോ? നീയാന്ന് പറയാണ്. ഇത് കേട്ടപ്പോൾ നന്ദു ഒരു ഞെട്ടലോടുകൂടി അനിയെ നോക്കുകയാണ്. നീ എന്തൊക്കെയാടെ പറയണേന്ന് ചോദിച്ചു. സത്യം ഞാൻ പറയണേ, ഞാൻ എന്തിനാ കള്ളത്തരം പറയണേന്ന് ചോദിച്ചു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും നന്ദു പറഞ്ഞു, നീ വെറുതെ പറയുന്ന. നന്ദുവിനെ അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. സത്യവ, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല നന്ദു. ഇനി എങ്ങനെയാ അവൻ്റെ അടുത്ത് പോയി കാര്യം അവതരിപ്പിക്കുന്നത്, നമ്മുടെ രണ്ടുപേരുടെയും കാര്യം എങ്ങനെ അവതരിപ്പിക്കേണ്ടതെന്ന് പോലും അറിയില്ല എന്നൊക്കെ പറയണം. അങ്ങനെ നന്ദു അനിയും കൂടെ ആകപ്പാടെ വെട്ടിൽ വീഴുവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.